ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങാണ്. എൻ്റെ പേര് അമല. അങ്കമാലിക്ക് അടുത്ത് അയ്യമ്പുഴയെന്നാണ് ഞാൻ വരണത്. ഞാൻ 2023 മാർച്ചിലാണ് ഇവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കണത്. അപ്പം ഞാൻ 4th ഇയർ എക്സാം BSc നഴ്സിങ്ങിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഞാൻ അമ്മയുടെ അടുത്ത് വെച്ച ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യമായിരുന്നു, എഴുതുന്ന എല്ലാ എക്സാമും പാസ്സാക്കി തരണം എന്നായിരുന്നു ഞാൻ വെച്ചത്. അങ്ങനെ ഞാൻ എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. അമ്മയുടെ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 4 എക്സാമും എഴുതിയത്. റിസൾട്ട് വന്നു. കോളേജിൽ എനിക്ക് 5th റാങ്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സോടെ തന്നെ ഞാൻ 4th ഇയർ പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജോലിക്ക് കയറി. പിന്നെ OET പ്രിപ്പറേഷൻസ് എക്സാം അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ടൈം OET എഴുതിയത് September 30th OET എക്സാം എഴുതിയത്. അന്ന് എനിക്ക് 3 Bയും റൈറ്റിങ്ങിന് മാത്രം 10 മാർക്കിന് എൻ്റെ റൈറ്റിങ്ങിന് മാത്രം C ആയിപ്പോയി. അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചായിരുന്നു. കാരണം ഞാൻ കുറേ പ്രിപ്പയർ ചെയ്തു, കുറേ പ്രാർത്ഥിച്ച് ഒക്കെ ചെയ്തിട്ടും എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീണ്ടും ഡിസംബറിൽ എഴുതിയപ്പോഴും സെയിം റിസൾട്ട് തന്നെ, 3 B റൈറ്റിംഗ് മാത്രം 10 മാർക്കിന് C ആയിപ്പോയി. അന്നും ഞാൻ കുറേ കരഞ്ഞ് കുറേ പ്രാർത്ഥിച്ച്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് എന്താണ് ഇങ്ങനെ തരാത്തതെന്നൊക്കെ ഞാൻ പറഞ്ഞ് കുറേ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉടമ്പടി വന്ന് പുതുക്കിയിട്ട് January 27th ഞാൻ ഡേറ്റ് എടുത്തു. ആ ഡേറ്റ് എടുത്ത് ഞാൻ പൈസ അടച്ചപ്പോൾ പോലും എൻ്റെ കയ്യിൽ കാശ് രൂപം വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, ഇത് ഞാൻ ലാസ്റ്റ് ടൈമാണ് എഴുതണേ, എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇനി ഞാൻ OET ഒന്നും നോക്കണില്ല എന്ന് തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആ പൈസ അടച്ചത്. അത് കഴിഞ്ഞ് January 27th ഞാൻ എക്സാം എഴുതി. അറ്റ്ലീസ്റ്റ് എനിക്ക് ക്ലബിംഗ് സ്കോറെങ്കിലും മതിയായിരുന്നു UK പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ റിസൾട്ട് February 10th റിസൾട്ട് വന്നു. ക്ലബിംഗ് സ്കോർ പോലും അല്ലാണ്ട് 4 എണ്ണത്തിനും B തന്ന് അമ്മ എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു. പിന്നെ ഇപ്പോൾ UK ഇൻ്റർവ്യൂസും റിക്രൂട്ട്മെൻറ്റ്സും ഒക്കെ നിർത്തിവെച്ചേക്കാണ്. ഫ്രഷേഴ്സിനൊന്നും ഇൻ്റർവ്യൂ കിട്ടണില്ല. 2 വർഷമായാലും 1 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായവർക്കൊന്നും ഇൻ്റർവ്യൂ കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്കൊരു മെയിൽ അയച്ചു തന്നു. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ജസ്റ്റ് CV അയച്ചിടുന്നു പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്തേക്ക് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ CV ആ മെയിലിലേക്ക് അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം എനിക്കൊരു മെയിൽ വന്നു, ഇൻ്റർവ്യൂ ഉണ്ട് March 1 പറഞ്ഞിട്ട്. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല, കാരണം ഒരുപാട് ഇതുപോലത്തെ ഫേക്ക് ഇൻ്റർവ്യൂസൊക്കെ വരുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് എന്തായാലും വന്നതല്ലേ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പിന്നെ ഞാൻ മാർച്ചിൽ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ അന്ന് ആ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന പോലെ എൻ്റെ മെയിൽ ചെക്ക് ചെയ്യേണ്ട എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന്. പക്ഷേ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു, എനിക്ക് ഇൻ്റർവ്യൂ ഉള്ളതാണെങ്കിൽ അമ്മ ഇന്ന് 3 മണിക്കുള്ളിൽ അതിന് മെയിൽ അയക്കണം, ഇനി മറുപടി തരാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ പോണ വഴിക്ക് 3:10 എനിക്ക് UK മെയിൽ വന്നു, ഇൻ്റർവ്യൂവിന് സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് കണ്ടീഷണൽ ലെറ്റർ സഹിതമാണ് എനിക്ക് വന്നത്. അതിലെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. NHS സാലിസ്ബറി NHSലേക്കാണ് അവരാണ് എൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചത്. അപ്പം എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ കരഞ്ഞ് അമ്മയുടെ അടുത്ത് കുറേ നന്ദി പറഞ്ഞു. കാരണം ഞാൻ എൻ്റെ NMC സ്റ്റേജസ് പോലും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് OET പാസ്സായപ്പോഴത്തേക്കും ഇൻ്റർവ്യൂ വന്ന് കിട്ടിയത് ഒരിക്കലും ഞാൻ എൻ്റെ മിടുക്കൊണ്ടാന്ന് ഞാൻ പറയില്ല. ഒക്കെ മാതാവ് തന്നതാണ് എനിക്ക്. അല്ലെങ്കിൽ പിന്നെ എന്നെക്കാളും മുമ്പ് OET പാസ്സായ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കൊന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല. പക്ഷേ ഞാൻ ഈ ഇൻ്റർവ്യൂ പാസ്സായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമായി. പിന്നെ ഞാൻ NMCയുടെ എല്ലാ സ്റ്റേജസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞാൻ മാതാവിൻ്റെ കാശ് രൂപം എൻ്റെ കൈ പിടിക്കുമായിരുന്നു. CBTക്ക് പോയപ്പോഴായാലും വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോഴായാലും എന്തിനു പോയാലും കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതേവരെ ഒന്നിനും ഡിലേ വന്നിട്ടില്ല. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഈ June 26 UK ഗവൺമെൻറ്റിൻ്റെ NHS നേഴ്സായിട്ട് ഞാൻ പോവാണ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഈ ജനുവരിയിൽ ഞാൻ OET പാസ് ഔട്ട് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഈ 4 മാസം കൊണ്ട് അമ്മ എന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു പൊസിഷനിലേക്ക് എത്തിക്കുകയാണ്. ഒരുപാട് നന്ദി എനിക്ക് അമ്മയുടെ അടുത്ത് പറയാനുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ കുടുംബസമാധാനം ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഞാൻ അതും ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ വെച്ച ഒരു കാര്യമായിരുന്നു. അങ്ങനെ എൻ്റെ മമ്മി ഞാനും കൂടിയിട്ട് എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതിനു മുമ്പ് ഇവിടെ വന്നതിന് മുമ്പൊക്കെ വീട്ടിൽ അങ്ങനെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഉണ്ടായിട്ടില്ല.
അത് കഴിഞ്ഞ് പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ എന്നും രാത്രിയും രാവിലെയും മുടങ്ങാണ്ട് ഇന്നേ വരെ എല്ലാ ദിവസവും മുടങ്ങാണ്ട് പ്രാർത്ഥിക്കാനായിട്ട് അമ്മ അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയൻ്റെ പേരിൽ ചെറിയൊരു കേസ് ഉണ്ടായിരുന്നു, ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ച് ആക്സിഡൻ്റ് ആയതിൻ്റെ പേരിൽ. അപ്പോൾ അതിന് ഒരു 2 വർഷത്തോളമായിട്ട് ഞങ്ങൾ നടക്കുന്നുണ്ട് അത് ഒന്ന് മാറ്റാൻ വേണ്ടി. പക്ഷേ ഇതുവരെ അതൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടുത്തെ കൊന്ത എൻ്റെ അനിയൻ്റെ കഴുത്തിലിട്ട് കൊടുത്തു. അതിനുശേഷം പിന്നെ കേസിൻ്റെ ഹിയറിങ്ങിന് വിളിച്ചപ്പോൾ ആ ആക്സിഡൻ്റ് ആയ ആൾക്കാർ പറഞ്ഞു അവർക്ക് കേസില്ല എന്ന് പറഞ്ഞ് ആ കേസ് തള്ളിപ്പോയി. പിന്നെ ഇവന് ചെറുപ്പം തൊട്ടേ ഭയങ്കര ശ്വാസമുട്ടായിരുന്നു, ഇൻഹേലേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കൊന്ത ഇവൻ്റെ കഴുത്തിലിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇവന് ഇതേവരെ ആ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഈ കുറേ ഫെയിലിയേഴ്സൊക്കെ വന്നപ്പോൾ ഈ OET റിസൾട്ട് ഈ ഫെയിലിയേഴ്സൊക്കെ വന്നപ്പോൾ ഒരുപാടും കരഞ്ഞിട്ടുണ്ട്, ഒരുപാടും കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അമ്മ എനിക്ക് പറഞ്ഞു തന്നത് ഇത്രേ ഉള്ളൂ, ഡിലേ മീൻസ് നോട്ട് എ ഡിനയൽ. നമ്മളെവിടെ എന്ത് പറഞ്ഞ് പരാജയപ്പെട്ട് കറഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മ അതിന് ഇരട്ടിയായിട്ട് നമുക്ക് അനുഗ്രഹങ്ങൾ തരും. പിന്നെ ഞാൻ ഇവിടെ ആദ്യം വന്നപ്പോൾ ഞാൻ അങ്ങനെ അധികം പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഈ എല്ലായിടത്തും എനിക്ക് പരാജയം തന്നെ വരാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാൻ ഈ പേപ്പേഴ്സൊക്കെ കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂ വന്ന കാര്യം എൻ്റെ വാർഡിൽ എൻ്റെ സിസ്റ്റർമാരുടെ അടുത്ത് പറഞ്ഞ് അവരുടെ അടുത്ത് ഞാൻ ഈ പേപ്പറൊക്കെ കൊടുത്തപ്പോൾ അതിൽ 2 സിസ്റ്റർമാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ടാണ് തോന്നുന്നത്.